നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. 30 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. വോട്ട് മറിച്ചു. വർഗീയ ചേരിതിരിവിനുള്ള ലീഗിന്റെ ശ്രമം അപകടകരം. എം.വി. ഗോവിന്ദൻ. സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് വിലക്ക്. നോ എൻട്രിയുമായി യു.ഡി.എഫ്. സർക്കാർ. കരുത്തോടെ മുന്നേറാൻ പുതുവഴികൾ. നിർദ്ദേശങ്ങൾ അയക്കാൻ സംവിധാനവുമായി CPIM. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറി KSRTC മാത്രം. KSRTC വിദ്യാർത്ഥി പാസ് 10 നിന്ന് ഒറ്റയടിക്ക് 110 രൂപയാക്കി. അളിയൻ നിയമനം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയാണ് രാജിവെക്കേണ്ടത്. എം.വി. ഗോവിന്ദൻ. വയനാട്ടിൽ ഷിഗല്ല. സർക്കാർ പ്രതിരോധം പാളുന്നു. രോഗബാധിതരുടെ കണക്കിൽ അവ്യക്തത. ബിൽ പാസാക്കാൻ 10,000 രൂപ കൈക്കൂലി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയർ പിടിയിൽ. 30 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. വോട്ട് മറിച്ചു. വർഗീയ ചേരിതിരിവിനുള്ള ലീഗിന്റെ ശ്രമം അപകടകരം. എം.വി. ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പി. യു.ഡി.എഫ്. ഡീൽ ശക്തമായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. വോട്ടുകൾ യു.ഡി.എഫിന് മറിച്ചു നൽകി. ചില മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് യു.ഡി.എഫ്. വോട്ട് നൽകി. ബി.ജെ.പി. വിജയിച്ചിടങ്ങളിൽ യു.ഡി.എഫ്. 3-ാം സ്ഥാനത്താണെന്നും എം.വി. ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ 3 സീറ്റിൽ ബി.ജെ.പി. ജയിച്ചത് ഗൗരവതരമാണ്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ടത് CPM-നെയും LDF-നെയുമാണെന്നാണ്. പല മണ്ഡലങ്ങളിലും യു.ഡി.എഫിന് ബി.ജെ.പി. വോട്ട് ലഭിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടാണ് 100 സീറ്റിന് മുകളിൽ നേടുമെന്ന് അവകാശപ്പെട്ടത്. കൃത്യമായ അജണ്ട വെച്ച് CPM ബി.ജെ.പിയും തമ്മിൽ ഡീലുണ്ടെന്ന് പ്രചരിപ്പിച്ചിട്ട് കോൺഗ്രസും ബി.ജെ.പിയും വോട്ടുകൾ പരസ്പരം കൈമാറി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കേരളത്തിൽ വന്ന് LDF-നും CPM-നും എതിരായി പ്രസംഗിച്ചു. കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. എന്നാൽ യു.ഡി.എഫ്. സർക്കാർ അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ED റെയ്ഡിലൂടെ ബി.ജെ.പി. ഡീൽ തെളിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രേരണയാണ് താൻ പിണറായിക്കെതിരെ സംസാരിച്ചതെന്ന് രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ വെളിപ്പെടുത്തി. കർണാടകയിൽ NDA ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് VD സതീശൻ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമാണ്. എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചയെന്ന് തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. കേരളത്തിലെയും കർണാടകത്തിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി വന്ദേ മാതരം ചൊല്ലിയത്, PMC പദ്ധതി നടപ്പാക്കുന്നത്, MG സർവകലാശാല കാവ്യവൽക്കരണം, ഇതിലൊക്കെ ബി.ജെ.പി. കോൺഗ്രസ് ഡീൽ വ്യക്തമാണ്. ബി.ജെ.പിയും കോൺഗ്രസും വൻതോതിൽ പണം മുടക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാരും MP MLA-മാരും പണവുമായി കേരളത്തിലെത്തുകയും ക്ഷേത്ര ഭാരവാഹികൾക്കും വോട്ടർമാർക്കും നേരിട്ട് പണം വിതരണം ചെയ്തിട്ടുണ്ട്. വോട്ടർമാരുടെ പേരിലുള്ള ബാങ്ക് ലോണുകൾ പോലും ബി.ജെ.പിക്കാർ അടച്ചു നൽകിയിട്ടുണ്ട്. യു.ഡി.എഫും പല മണ്ഡലങ്ങളിലും പണം മുടക്കിയിട്ടുണ്ട്. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചു വരുന്നത്. ഇത് മതനിരപേക്ഷ കേരളത്തിൽ വളരെ അപകടകരമാണ്. SIR ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കിയ ആശങ്കയെ ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ് കൂട്ടുകെട്ട് ഉപയോഗപ്പെടുത്തി. SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാരാണെന്നുള്ള കള്ളപ്രചരണം നടത്തുകയും ചെയ്തു. ഇത് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ വിരുദ്ധ ചേരിയിൽ എത്തിക്കാനിടയാക്കിയെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഓർഡിനറിയിൽ മാത്രം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് യു.ഡി.എഫ്. പ്രഖ്യാപിച്ച സൗജന്യ യാത്ര വെറും പറ്റിക്കൽ. ജില്ലയ്ക്കുള്ളിൽ മാത്രം സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി പരിമിതപ്പെടുത്തും. ആദ്യ 100 ദിവസം പരീക്ഷാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിൽ പദ്ധതി നടപ്പാക്കാമെന്നും തുടർന്ന് വിലയിരുത്തൽ നടത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് KSRTC സർക്കാരിന്റെ നിർദ്ദേശം. സംസ്ഥാനത്താകെ 1000 താഴെ ഓർഡിനറി ബസ്സുകളാണുള്ളത്. ഇതിൽ സിറ്റി ഫാസ്റ്റ്, അന്തർജില്ലാ, ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ മാറ്റിയാൽ ബസ്സുകളുടെ എണ്ണം പിന്നെയും ചുരുങ്ങും. ഈ ബസ്സുകൾ മാത്രമായി സൗജന്യ പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. ഇതിൽ 1/3 സർവീസും തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലാണ്. വടക്കൻ ജില്ലയിൽ 200 താഴെ ഓർഡിനറി ബസ്സുകൾ മാത്രം. സിറ്റി ഫാസ്റ്റ്, അന്തർജില്ലാ, ലിമിറ്റഡ് സ്റ്റോപ്പ് മാറ്റിയാൽ ബസ്സുകളുടെ എണ്ണം പിന്നെയും കുറയും. 2025 കണക്കനുസരിച്ച് കേരളത്തിൽ 16,545 റൂട്ടുകളിൽ 4,609 എണ്ണം മാത്രമാണ് KSRTCയുടേത്. ഇതിൽ സർവീസ് നടത്തുന്ന 4,500 ബസ്സിൽ 1/3 തലസ്ഥാനം ജില്ലയിലാണ്. നിലവിലോടുന്ന KSRTC ബസ്സുകളിൽ 1/3 സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ക്ലാസുകളുമാണ്. സൂപ്പർ ഫാസ്റ്റുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകാനും അനുവാദമില്ല. സീറ്റ് റിസർവേഷനുള്ള ബസ്സുകളിലും സൗജന്യ യാത്ര പ്രായോഗികമല്ല. സ്വിഫ്റ്റിന് കീഴിലെ 500ഓളം ബസ്സുകളിലും സൗജന്യത്തിന് സാധ്യതയില്ല. കരുത്തോടെ മുന്നേറാൻ പുതുവഴികൾ. നിർദ്ദേശങ്ങൾ അയക്കാൻ സംവിധാനവുമായി CPIM. പുതിയ കാലത്ത് പാർട്ടി മുന്നോട്ട് വെക്കേണ്ട ആശയങ്ങളും പ്രവർത്തന പദ്ധതിയും എന്താകണമെന്ന് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തേടാൻ സംവിധാനവുമായി CPM. നാട്ടിലും വിദേശത്തുമുള്ള CPM അനുഭാവികളും അല്ലാത്തവരുമായ മുഴുവൻ മലയാളികൾക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാമെന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അറിയിച്ചു. യുവാക്കൾ, വിദ്യാർത്ഥികൾ, യുവതികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, തൊഴിലാളികൾ തുടങ്ങി എല്ലാ മേഖലയിലെ ജനങ്ങൾക്കും കേൾക്കും. പ്രത്യേകിച്ച് പുതുവഴികൾ എന്ന പേരിൽ ആരംഭിച്ച ഇമെയിൽ, വാട്സാപ്പ്, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 79 94 77 71 68 എന്ന വാട്സപ്പ് നമ്പറും
ഇതിനായി ഉപയോഗപ്പെടുത്താം. ഇതിനായുള്ള വെബ്സൈറ്റും മൊബൈൽ ആപ്പും വരും ദിവസങ്ങളിൽ തയ്യാറാവും. ഈ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാവും CPM ഭാവി പ്രവർത്തനങ്ങൾക്ക് കർമ്മപദ്ധതി തയ്യാറാക്കുക. പാർട്ടി സംഘടനാപരമായി കൂടുതൽ കരുത്താർജിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുകയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SITക്ക് വൻ തിരിച്ചടി, അംഗരക്ഷകർക്ക് മുൻകൂർ ജാമ്യം, വധശ്രമം നിലനിൽക്കില്ലെന്ന് കോടതി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗരക്ഷകർക്കെതിരായ കേസിൽ UDF സർക്കാർ നിയോഗിച്ച SITക്ക് വൻ തിരിച്ചടി. പ്രതികളായ 5 അംഗരക്ഷകർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചു. വധശ്രമം നിലനിൽക്കുന്നില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നവകേരള ബസ്സിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി പാഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മർദ്ദനമേറ്റെന്നാണ് കേസ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കേസിൽ 1 മണിക്കൂറിനുള്ളിൽ കുറ്റം ചുമത്തിയ വകുപ്പ് മാറ്റിയതെങ്ങനെയെന്നും പലതവണ ദൃശ്യങ്ങൾ കണ്ടിട്ടും അവർ പ്രതിഷേധക്കാരുടെ തലയ്ക്കടിക്കുന്നത് വ്യക്തമാകുന്നില്ലേ എന്നും കോടതി അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു. റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് ഇട്ടത് എങ്ങനെയെന്ന് ചോദ്യമടക്കം UDF സർക്കാർ നിയോഗിച്ച SITക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോടതി ഉയർത്തിയത്. തല ലക്ഷ്യമിട്ടാണ് ഗൺമാൻമാർ മർദ്ദിച്ചതെന്ന് ഉറപ്പുണ്ടോ എന്ന് കോടതി ചോദിച്ചു. പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയതും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതും വാദിഭാഗം അഭിഭാഷകൻ ഹാജരാക്കിയതുമായ ദൃശ്യങ്ങൾ ആവർത്തിച്ചു കണ്ടു. ദൃശ്യങ്ങൾക്ക് വ്യക്തത കുറവുണ്ട്. തലയ്ക്കടിക്കുന്നത് ഇതിൽ കാണാനില്ലെന്നും കോടതി വിശദമാക്കിയിരുന്നു. ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതല്ലാതെയുള്ള ഉപകരണങ്ങളൊന്നും ഗവൺമെന്റ്മാർ ഉപയോഗിച്ചിട്ടില്ലെന്നും സുരക്ഷാ ജോലി കൃത്യമായി നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ B ശിവദാസ് വാദിച്ചത്. ബിൽ പാസ്സാകാൻ 10,000 രൂപ കൈക്കൂലി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയർ പിടിയിൽ. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ബിൽ പാസ്സാകുന്നതിനായി PWD കോൺട്രാക്ടറിൽ നിന്ന് 10,000 രൂപ കൈക്കൂലി വാങ്ങിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓവർസിയർ പിടിയിൽ. കോഴിക്കോട് ഓടമ്പ്ര സ്വദേശിയും ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറുമായ നവീൻ രവിയെ ആണ് വിജിലൻസ് സംഘം ചൊവ്വാഴ്ച കൈയോടെ പിടികൂടിയത്. PWD കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പരാതിക്കാരൻ കോഴിക്കോട് ജില്ലയിലെ പല പഞ്ചായത്തുകളും റോഡ് വർക്കുകളുടെ കരാറുകൾ ഏറ്റെടുത്തിരുന്നു. കിഴക്കോത്ത് താമരശ്ശേരി പഞ്ചായത്തുകളിൽ കരാർ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച 2 റോഡ് വർക്കുകളുടെ ബില്ലുകൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെഷർമെന്റ് പൂർത്തിയാക്കി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അപ്രൂവ് ചെയ്ത ശേഷം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രൈസ് സോഫ്റ്റ്വെയർ വഴിയും നേരിട്ടും അയച്ചിരുന്നു. 2 ബില്ലുകളും 1.5 മാസമായി ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പെൻഡിംഗ് ആയി കിടന്നതിനെ തുടർന്ന് പരാതിക്കാരൻ ഒരു സുഹൃത്തുമായി ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി. ഓവർസിയർ നവീൻ രവിയെ നേരിൽ കണ്ട് വിവരം തിരക്കി. തുടർന്ന് ബിൽ പെട്ടെന്ന് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ നവീൻ 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. കൈക്കൂലി നൽകി കാര്യം സാധിക്കാൻ താല്പര്യമില്ലാത്ത പരാതിക്കാരൻ ഈ വിവരം കോഴിക്കോട് വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 പരാതിക്കാരിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങവേ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് നവീൻ രവിയെ വിജിലൻസ് സംഘം പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് വിലക്ക്. നോ എൻട്രിയുമായി UDF സർക്കാർ. ജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടി UDF സർക്കാർ. സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമീപത്തുള്ള നോർത്ത് ബ്ലോക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിലക്ക് ഇപ്പോൾ മറ്റ് മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. വകുപ്പുകളിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പില്ലെങ്കിൽ അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകരെ പോലും അകത്തുവിടില്ലെന്ന നിലപാടിലാണ് സുരക്ഷാ ജീവനക്കാർ. നേരത്തെ പൊതുജനങ്ങളുടെ സന്ദർശക സമയം വൈകുന്നേരം 3 മുതൽ 5 വരെ ആക്കിയ സർക്കാർ ഇപ്പോൾ മാധ്യമങ്ങളുടെ വഴി പൂർണ്ണമായും അടക്കാനാണ് ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരായവർ ഭരണത്തിലേറിയപ്പോൾ ഫാസിസ്റ്റ് ശൈലിയിലാണ് പെരുമാറുന്നത്. സർക്കാരിൻ്റെ വീഴ്ചകളും വഴിവിട്ട ഫയൽ നീക്കങ്ങളും ജനങ്ങളിലെത്തിക്കാതിരിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഈ മാധ്യമ വിലക്കിന് പിന്നെ. സെക്രട്ടേറിയറ്റിൽ സ്വതന്ത്രമായി വാർത്തകൾ ശേഖരിക്കുന്നതും ഉദ്യോഗസ്ഥരെ കാണുന്നതും തടയുന്നതിലൂടെ UDF സർക്കാർ മാധ്യമങ്ങളെ നിശബ്ദമാക്കാനാണ് ശ്രമിക്കുന്നത്. സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ മാധ്യമവിരുദ്ധ നിലപാടിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. മേജർ രവിയുടെ പ്രസ്താവന വ്യാജം, നിയമ നടപടി സ്വീകരിക്കും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ്. ഇന്നസെന്റിന്റെ നിര്യാണവേളയിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത് 55 വാഹനങ്ങളുടെയും 560 പോലീസിന്റെയും അകമ്പടിയോടെ ആയിരുന്നു എന്ന BJP നേതാവ് മേജർ രവിയുടെ പ്രസ്താവന വസ്തുതാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഓഫീസ് അറിയിച്ചു. ഇതുപോലുള്ള ചില പ്രൊഫൈലുകളിൽ വ്യാജ വീഡിയോ നിർമ്മിച്ച് ഷെയർ ചെയ്തതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്നസെന്റിനെ അന്ത്യോപചാരം അർപ്പിക്കുന്ന യഥാർത്ഥ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അത് പരിശോധിച്ചാൽ ഈ അടിസ്ഥാനരഹിതമായ വ്യാജ നിർമ്മിതി ആർക്കും മനസ്സിലാക്കുന്നേയുള്ളൂ. മേജർ രവിയെ പോലെ ഒരാൾ ഇത്തരം വില കുറഞ്ഞ പ്രചാരണം നടത്തുന്നത് അപലപനീയമാണെന്നും വസ്തുതാവിരുദ്ധമായി നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചു. അളിയൻ നിയമനം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയാണ് രാജിവെക്കേണ്ടത്. MV ഗോവിന്ദൻ. അളിയൻ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി സണ്ണി ജോസഫാണ് രാജിവെക്കേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 3 ആഴ്ചത്തെ ഭരണം കൊണ്ട് UDF വാഗ്ദാന ലംഘനങ്ങളും ജനവിരുദ്ധ നിലപാടുകളുമാണ് സ്വീകരിച്ചത്. ബന്ധു നിയമനങ്ങളടക്കം നടത്തി. വിവാദമായതോടെ ഗത്യന്തരമില്ലാതെ രാജിവെപ്പിക്കുകയായിരുന്നു. ശരിക്കും മന്ത്രിയാണ് രാജിവെക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അളിയൻ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിച്ചതിൽ
നിയമ പ്രശ്നങ്ങൾ ഇല്ലെന്നും വിവാദം ഒഴിവാക്കാനാണ് രാജ്യമെന്നാണ് സണ്ണി ജോസഫ് പ്രസ്താവിച്ചത്. അതേസമയം വിവാദമായതോടെ മന്ത്രി ഓഫീസിൽ നിന്ന് രാജിവെച്ച അളിയൻ ബെന്നി തോമസിനെ വിജിലൻസ് കേസിൽ നിന്നുവരെ KPCC പ്രസിഡന്റ് കൂടിയ സണ്ണി ജോസഫ് രക്ഷപ്പെടുത്തിയതാണ് ആക്ഷേപം. 2000 ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ പരിക്കളം എന്ന സ്ഥലത്ത് കുളം കുഴിച്ചതിന്റെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. നാട്ടുകാരുടെ പരാതിയിൽ വിജിലൻസ് കേസെടുത്തു. എന്നാൽ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ സമ്മതം ചെലുത്തി സണ്ണി ജോസഫ് അളിയനെ കുറ്റവിമുക്തനാക്കി. അതിനിടയിൽ കുടുംബങ്ങൾക്കെല്ലാം സണ്ണി ജോലി തരപ്പെടുത്തിയെന്ന ആരോപണവും കോൺഗ്രസിൽ പുകയുകയാണ്. മുമ്പ് തന്നെ എതിർ ഗ്രൂപ്പുകാർ ഇക്കാര്യം പറഞ്ഞതാണെങ്കിലും ബെന്നി തോമസിന്റെ രാജിയോടെ അവിഹിത ഇടപാടുകൾ വീണ്ടും ചർച്ചയായി. നൃത്തോത്സവം അപേക്ഷ ക്ഷണിച്ചു. APJ അബ്ദുൽ കലാം ലൈബ്രറി ഹാപ്പിനെസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള നൃത്ത മത്സരം 2ാം ക്ലസ്റ്ററിനെ അപേക്ഷ ക്ഷണിച്ചു. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ്, സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി, നാടൻപാട്ട്, ഗാനസദസ്, കോൽക്കളി എന്നീ ഇനങ്ങളിലാണ് മത്സരം. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങൾ നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 944 73 72 316, 944 694 76 93 നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൽടെക്സ് വലിയവളപ്പ് റോഡിലെ ലൈബ്രറിയിലും പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ.